ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുനരാരംഭിച്ചു. സിഐഐയുടെ ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% കുറച്ചതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സുസ്ഥിരത, സുരക്ഷ, വികസനം തുടങ്ങിയവയ്ക്ക് വിശ്വസ്ത പങ്കാളിത്തവും അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടരാൻ ഇന്ത്യൻ താരങ്ങൾ. ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷ നൽകി അർജുൻ ബബൂത്തയും രമിത ജിൻഡാലും. വംശനാശം സംഭവിക്കുന്ന കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പുനരാരംഭിച്ചു. ഈ മാസം 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന് ഭരണ പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. സിഐഐയുടെ ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര എന്ന പേരിൽ സമ്മേളനം നടക്കുക. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രവികസനത്തിൽ വ്യവസായ രംഗത്തിന്റെ പങ്ക് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ പരിപാടിയിൽ അവതരിപ്പിക്കും. 1000-ഓളം പേർ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% കുറച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്ത് തൊഴിലവസരങ്ങൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വരും വർഷങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് 3% താഴെയാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു ശ്രീ മാണ്ഡവ്യ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 കോടിയിലധികം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര ബജറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. സുസ്ഥിരത, സുരക്ഷ, വികസനം, അഭിവൃദ്ധി തുടങ്ങിയവയ്ക്ക് വിശ്വസ്ത പങ്കാളിത്തവും അന്താരാഷ്ട്ര സഹകരണവും ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ടോക്കിയോയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. വിശ്വാസ്യവും സുതാര്യവുമായ ഡിജിറ്റൽ പങ്കാളിത്തത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. ഇൻഡോ പസഫിക് മേഖല സ്വതന്ത്രവും സുസ്ഥിരവും സുരക്ഷിതവും സമൃദ്ധവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ക്വാഡ് കൂട്ടായ്മയുടെ സഹകരണത്തിലൂടെ മാത്രമേ സാധിക്കൂവെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിന്റെ 3-ാം ദിനം മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങും. ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിന്റെ യോഗ്യതാ റൌണ്ടിൽ സരബ്ജോത് മനു ഭാക്കർ സഖ്യവും അർജുൻ സിംഗ് ചീമ, റിതം സാങ്വായി സഖ്യവും ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അർജുൻ ബബൂത്തയും ഇതേ ഇനത്തിന്റെ വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡാലും ഫൈനലിൽ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മെഡൽ കുതിപ്പിന് തുടക്കം കുറിച്ച് ഷൂട്ടിംഗിൽ മനു ഭാക്കർ ഇന്നലെ വെങ്കലം നേടിയിരുന്നു. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ കായിക താരങ്ങൾ പൊതുവെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. സെൻട്രൽ ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിശീലന കേന്ദ്രം ഉടമ ഉൾപ്പെടെ 7 പേരാണ് നിലവിൽ അറസ്റ്റിലായത്. JNU ഗവേഷണ വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നവീൻ ഡെൽവിനാണ് മരിച്ച മലയാളി. ന്യൂഡൽഹി കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടു. അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നതിനുള്ള പരാതികൾ അവഗണിച്ചെന്ന ആരോപണങ്ങൾ ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ സമൂഹമാധ്യമത്തിലൂടെ അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ അടുത്ത മാസം 2-ന് വാദം കേൾക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാജീന്ദർ നഗർ MLA ദുർഗേഷ് പതക്കിനോട് കമ്മീഷനു മുന്നിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. ഗംഗാവലി പുഴയിൽ നിലനിൽക്കുന്ന ശക്തമായ അടിയൊഴുക്കും മതിയായ സാങ്കേതിക സംവിധാനങ്ങൾ ലഭ്യമാകാത്തതുമാണ് തിരച്ചിലിന് തടസ്സമാകുന്നത്. തിരച്ചിൽ ഉപേക്ഷിക്കരുതെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ ഇതേ ആവശ്യമുന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. അതേസമയം അർജുനായുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച നിലയിലെന്ന് M. വിജിൻ MLA പറഞ്ഞു.
തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കം രക്ഷാദൌത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര തലത്തിൽ കടുവ ദിനം ആചരിക്കുന്നത്. നിയമവിരുദ്ധമായ വേട്ടയാടൽ, വന്യജീവി കടത്ത്, മനുഷ്യ വന്യജീവി സംഘർഷം എന്നിവ തടയുന്നതും ഈ ദിനാചരണം ലക്ഷ്യമിടുന്നു. നിലവിൽ ഇന്ത്യയിലെ കടുവകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളതായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോകത്തിലെ 80% കടുവകളും ഇന്ത്യയിലാണെന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര കടുവ ദിനത്തെക്കുറിച്ച് കോട്ടയം വനം ഡിവിഷനിലെ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം സുരേഷ് ആകാശവാണിയോട്. ചുവന്ന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കടുവ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ലോക കടുവ ഉച്ചകോടിയിലാണ് ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേയെ ആചരിക്കാൻ തീരുമാനിച്ചത്. കടുവകളുടെ സംരക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. 1973 കടുവകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ആരംഭിച്ചത്. കടുവയുള്ള കാട് ആരോഗ്യമുള്ള കാടാണ്. സസ്യഭുക്കുകളായ ജന്തുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറയ്ക്കാൻ കടുവകൾക്ക് കഴിയുന്നു. മനുഷ്യന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ കടുവകളുടെ പങ്ക് വളരെ വലുതാണ്. കാട്ടിൽ ഇരകളുടെ കുറവ്, ജലശോഷണം, മറ്റ് ഇതര ഘടകങ്ങൾ എന്നിവയെല്ലാം കടുവയെ കാടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ-മൃഗ സംഘർഷത്തിന്റെ സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. വനാശ്രയ സമൂഹത്തിന് നൽകുന്ന പദ്ധതികൾ, സുസ്ഥിര വികസനത്തിനാവശ്യമായ പ്രവർത്തികൾ ഇവയെല്ലാം കടുവ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃശൂർ പത്താഴക്കുണ്ട് അണക്കെട്ട് തുറക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് പേപ്പാറ, അരുവിക്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഇരു ഡാമുകളുടെയും സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗമും സംയുക്തമായി ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കിയതിന്റെ 4ാം വാർഷികം ആഘോഷിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കാനാണ് അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗം രൂപകൽപ്പന ചെയ്തത്. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സുപ്രീംകോടതി സംഘടിപ്പിക്കുന്ന പ്രത്യേക ലോക് അദാലത്തിന് ഇന്ന് തുടക്കം. സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കുക ലക്ഷ്യമിട്ടാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന അദാലത്ത് അടുത്ത മാസം 3-നാണ് അവസാനിക്കുക. കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ തർക്കങ്ങൾ സൌഹാർദ്ദപരമായി പരിഹരിക്കുന്നതിനാണ് പ്രത്യേക ലോക് അദാലത്ത് ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്നലെ നടന്ന 2ാം മത്സരത്തിൽ ആതിഥേയരെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 വിജയം നേടി ഇന്ത്യ പരമ്പര നേടുകയായിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം നാളെയാണ്. ബീഹാറിൽ സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസത്തിനും 65% ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കിക്കൊണ്ടുള്ള പറ്റ്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ബീഹാർ സർക്കാർ സമർപ്പിച്ച അപ്പീലുകളിൽ നോട്ടീസ് അയച്ച സുപ്രീംകോടതി കേസിൽ വാദം കേൾക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 50%-ൽ നിന്ന് 65%-ആയി ഉയർത്തിയ ബീഹാർ സർക്കാരിന്റെ വിജ്ഞാപനമാണ് പറ്റ്ന ഹൈക്കോടതി കഴിഞ്ഞ മാസം റദ്ദാക്കിയത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ സിബിഐ പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. AAP ദേശീയ കൺവീനർ കൂടിയായ ശ്രീ കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ജൂൺ 26-ന് സിബിഐ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുനരാരംഭിച്ചു. CIIയുടെ ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% കുറച്ചതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സുസ്ഥിരത, സുരക്ഷ, വികസനം തുടങ്ങിയവയ്ക്ക് വിശ്വസ്ത പങ്കാളിത്തവും അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ കുതിപ്പ് തുടരാൻ ഇന്ത്യൻ താരങ്ങൾ. ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷ നൽകി അർജുൻ ബബൂത്തയും രമിത ജിൻഡാലും. വംശനാശം സംഭവിക്കുന്ന കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം.
കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.